നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ഇപ്പൊ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവര് പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. ആ ഡിസൈനറിന്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്. എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കിട്ടാന്നേ ഉള്ളൂ അവര് പറയുന്ന രീതി. നിങ്ങളല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞു, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുന്നു. നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ബയറ് കീറി കോടതി പുറത്ത് വന്ന് അതിനെ പട്ടി തീട്ടി കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കും. എന്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലു. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. ഇല്ല, പക്ഷെ എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും എന്റെ പിള്ളേരെ തൊടുവാടാ. ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കമില്ലാതെ നമ്മൾ ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവരെ തയ്യാറാണോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. അവർക്ക് അതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. കുഞ്ഞെ, ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. എന്താ ഉറക്കം വരുന്നു. അത് അവരുടെ ജീവിതോപാധി. വല്ലവന്റെ ലൈഫ് വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അസുഖമാണ്. നീ ആരാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപേ നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപേ ഉള്ളൂ അവരുടെ അടുത്ത്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോ അവര് ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അവർക്ക് എന്ത് റെസ്പെക്ട് നമ്മൾ കൊടുക്കണ്ടേ? എന്ത് റെസ്പെക്ട് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാ പോരെ. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. എന്തിനാ കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവര് പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുറയ്ക്കാൻ ഞാനില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അതുകൊണ്ട് അല്ലെ, ആക്ച്വലി അതുകൊണ്ട് ഇനിയുള്ള ജീവിതം കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് തല പുകയ്ക്കാതെ നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കാന്നുള്ളത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.